ഹായ്, ഇറ്റ്സ് മി അനസ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വീഡിയോ. ഞാനിപ്പോൾ ഇത് ഊട്ടിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഊട്ടി കാഴ്ചകളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ വണ്ടി കണ്ടോ, MG. ഈ വെഹിക്കിളിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിവേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് വീഡിയോ. എൻ്റെ കൂടെ ഉള്ളത് ഷമീർ ഭായ് ആണ്. ഷമീർ ഭായ് ആണ് ഈ MG വെൻസർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു യൂസർ റിവ്യൂ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു EV റെസൊല്യൂഷൻ അല്ലെങ്കിൽ EV യുഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീനെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ വാഹന വിപണി രംഗത്തേക്ക് വരുമ്പോൾ ടാറ്റയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെഗ്മെന്റ് EV കാർ ഇപ്പം നിലവിൽ ഇന്ത്യയിൽ ചെയ്യുന്നത്. എല്ലാ സെഗ്മെന്റിലും അവരത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു എൻട്രി ഹാച്ച്ബാക്ക് സെഗ്മെന്റ് ആകുമ്പോൾ ടിയാഗോ, പിന്നെ ഒരു മൈക്രോ കോമ്പറ്റ് ആകുമ്പോൾ പഞ്ച്, പിന്നെ കോമ്പാറ്റ് SUV സെഗ്മെന്റ് ആകുമ്പോൾ നെക്സോൺ, പിന്നെ അതുപോലെ തന്നെ ഒരു കൂപ്പേ ഡിസൈനിൽ അവർ കേർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഹരിയർ, അതായത് SUV സെഗ്മെന്റിൽ പെട്ട ഹരിയറും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ടാറ്റ സീറ EV യുഗത്തിലോട്ട് EV സ്പെക്കിലോട്ട് വരും എന്നൊരു അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാരുതി വിറ്റാര എന്നുള്ളൊരു ഹെർടെക് പ്ലാറ്റ്ഫോമിൽ ഒരു EV സെഗ്മെന്റ് ഇറക്കി. ഓക്കെ, 49 kW ആയിട്ട്. ഓക്കെ, അപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ രാത്രി അല്ലേ ഒരു 10 മണിക്കാണ് നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് മുണ്ടൂർമെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ സമയത്ത് നമ്മളെ ചാർജിങ് വന്നിട്ടുണ്ടായത് 56% ആയിരുന്നു. മോസ്റ്റ്ലി 250 ആയിരുന്നു റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഇവിടെ എത്തിയതും ചാർജ് ചെയ്തതും ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ വീഡിയോയിൽ നമ്മളിതിൽ കൂടുതൽ ഉൾക്കൊള്ളിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷമീർ ഭായ്, എങ്ങനെയാണ് ഇപ്പോൾ EV എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട്, അതും ചൈനീസ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള MG മോറിസ് കാരേജ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് താങ്കൾ എത്തിയത്? ഞാനതിൽ മെയിനായിട്ട് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതെ, നമ്മൾ വേറൊന്നും ആലോചിച്ചിട്ടില്ല ഇതിനെ പറ്റി. ഓക്കെ, സ്റ്റഡീസ് ഒന്നും നടത്തിയിട്ടില്ലായിരുന്നു. സ്പേഷ്യസ് ആണ് വണ്ടി, നല്ല സ്പേഷ്യസ് ആണ്. ഡ്രൈവിംഗ് കംഫർട്ടിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര പറയാനില്ല, മോശമെന്ന് പറയില്ല, എന്നാലും സ്പേഷ്യസ് ആണ് വണ്ടി. പവർഫുൾ ആണ്, ഇലക്ട്രിക് ആണ്, പിന്നെ ബാറ്ററി പാക്ക് ഒക്കെ ഓക്കെ ആണ്. ഇപ്പൊ എല്ലാ വെഹിക്കിളിലും ഓരോ ബാറ്ററി പാക്സ് ഇത്ര യൂണിറ്റ് ഇതാണ് അല്ലേ? MG വെൻസറിലോട്ട് വരുമ്പോൾ എത്രയാണ് അതിന്റെ ബാറ്ററി ബാക്കപ്പ് വരുന്നത്? നമുക്ക് ഇതിന്റെ ബാറ്ററി പാക്ക് വരുമ്പോൾ 52 52 യൂണിറ്റ്. എന്താണ് കമ്പനി ഒഫീഷ്യലി അറൈഡ് എത്രയാണ് റേഞ്ച് പറയുന്നത്? നമുക്ക് 430 കിലോമീറ്റർ കിട്ടും. 450 ആണ് പറയുന്നത്. 450 കമ്പനി പറയുന്നു അറൈഡ്. ഈ അറൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അതായത് ഒരു ലാബ് ടെസ്റ്റ് ആണ്. ലാബ് ടെസ്റ്റിൽ ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ട് മൈലേജ് അല്ലെങ്കിൽ റേഞ്ച് ടെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് അറൈഡ് എന്ന് പറയുന്നത്. അതായത് പല കമ്പനികളും അറൈഡ് സർട്ടിഫിക്കറ്റ് ഇന്ത്യയിൽ അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ വരുന്നത് 38 കിലോമീറ്റർ. എത്രയാണ് അറൈഡ്? 330 കിലോമീറ്റർ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ വെഹിക്കിളൊക്കെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഇപ്പോൾ ഓരോ വണ്ടികൾക്ക് ഓരോ സെഗ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ SUV അല്ലെങ്കിൽ അങ്ങനെ അല്ലേ, പല രീതിയിലുള്ള സെഗ്മെന്റിന് ശേഷം ഈ വണ്ടിക്ക് ശരിക്കും ഏത് സെഗ്മെന്റ് അല്ലെങ്കിൽ ഏത് ഡിസൈൻ ആണ് ശരിക്കും ഇതിന് വരുന്നത്? MUV അല്ലെങ്കിൽ MPV സെഗ്മെന്റ് ആണ് പറയുന്നത്. അതുപോലെ തന്നെ CUV എന്ന് പറയുന്നത് ക്രോസ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് പറയുന്നുണ്ട്. MPV എന്ന് വെച്ചാൽ മൾട്ടി പർപ്പസ് വെഹിക്കിൾ എന്നുള്ളത് അല്ലേ. പിന്നെ മോസ്റ്റ്ലി ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് റിക്വയർമെന്റ്സ് ഉണ്ടാവും. ചിലർക്ക് ഡിസൈൻസ് ആയിരിക്കും, ചിലർക്ക് ഫീച്ചേഴ്സ് ആയിരിക്കും അല്ലേ, ചിലർക്ക് ഹൈ പെർഫോമൻസ് ആയിരിക്കും, ചിലർക്ക് ഡ്രൈവിംഗ് കംഫർട്ട് ആയിരിക്കും. ഇപ്പോൾ ഇത്രയും വെഹിക്കിൾ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ BYD ഉണ്ട്, ടാറ്റ ഉണ്ട്, ഒരുപാട് വണ്ടികളുണ്ട് EV. അപ്പോൾ എങ്ങനെയാണ് ഒരു MGയിലോട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മെയിൻ യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യം എന്താണ് ഇപ്പോൾ ഈ വണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്? മെയിനായിട്ട് നമുക്ക് സ്പേഷ്യസ് ആണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ഡിസൈനിൽ നമുക്ക് അത്ര സാറ്റിസ്ഫൈഡ് പറയാൻ പറ്റത്തില്ല. MGന്റെ വെഹിക്കിൾ മീൻസ് മോറിസ് കാരേജ് എന്നാണ് MGന്റെ ഫുൾ ഫോം എന്ന് പറയാം. ഇത് റീസെർച്ച് ചെയ്തിട്ടുണ്ടോ? മീൻസ് എങ്ങനെയാണ് MG ഇന്ത്യയിലോട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി അറിയോ വായിക്കാൻ? ഹിസ്റ്ററിയെ പറ്റി അത്ര ഞാൻ ഗവേഷണം ചെയ്തിട്ടില്ലായിരുന്നു. ഞാനിതിന്റെ ഹിസ്റ്ററി നോക്കി. അതായത് 3 രാജ്യങ്ങളിൽ നിന്നുള്ള ഉത്ഭവമാണ് ശരിക്കും എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന്റെ ഉത്ഭവം എക്സാക്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ 1924 1924 ഓക്സ്ഫോർഡിലാണ് ഇതിന്റെ ഉത്ഭവം. അതായത് ഒരു UK ബ്രിട്ടീഷ് കമ്പനി അതാണ് ഇവിടെ തുടങ്ങുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഏകദേശം ഉടമസ്ഥാവകാശം ചൈനക്കാണ് വരുന്നത്. നിലവിലെ ബ്രാൻഡ് ചൈനീസ് ആണ്. ഇപ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള അതായത് ചൈനയിൽ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു സൈക്ക് മോട്ടർ എന്നുള്ളതാണ് ഇതിന്റെ പേര്.
അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ മോറിസ് കാരേജ് എന്ന പേരിൽ ആധാരമാക്കിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ നിലവിൽ ഇത് ഇന്ത്യയിലാണ് ഇതിൻ്റെ നിർമ്മാണം കാര്യങ്ങളും. ഗുജറാത്തിലെ ഒരു പ്ലാന്റിലാണ് ഇതിൻ്റെ നിർമ്മാണം. ഓക്കെ, അതായത് ഇന്ത്യയിലെ JSW ഗ്രൂപ്പും ചൈനയിലെ SC മോട്ടോഴ്സ് ചേർന്നുള്ള ഒരു സംയുക്ത സംരംഭമാണ് ഇത് വരുന്നത്. അങ്ങനെയാണ് ഇത് MG മോട്ടോഴ്സ് ഇന്ത്യ ഇപ്പോൾ ഈ വണ്ടികൾ നമ്മളെ ഇന്ത്യയിൽ ഇത് പുറത്തിറക്കുന്നത്. ഓക്കെ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്രിട്ടീഷ് പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡാണ്. വണ്ടി നല്ല കംഫർട്ടാണ്. വണ്ടി അങ്ങനെ കംഫർട്ട് മോശം എന്ന് പറയാൻ പറ്റില്ല. ചൈനീസ് സാങ്കേതിക വിദ്യയാണ് ഇത് ഉപയോഗിച്ചത്. സസ്പെൻഷനിൽ ചെറിയൊരു പോരായ്മ എവിടേക്കോ ചെറിയ രീതിയിൽ കാണും. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പൂർണ്ണമായിട്ട് ഒരു ചൈന സാങ്കേതിക വിദ്യയോടെ കൂടി ഇന്ത്യയിൽ ഒരു എന്താ പറയുക പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു വണ്ടി, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു വണ്ടി വെഹിക്കിൾ അല്ലേ. ഓക്കെ, നമ്മളിവിടെയുള്ള വേരിയന്റ് എസൻസ് പ്രോ ബ്ലാക്ക്, അതായത് 52 kW ഓഫർ ചെയ്യുന്നത് 450 ഇതിൽ കമ്പനി ഒഫീഷ്യലി റേഞ്ച് പറയുന്നത്. നമുക്ക് ജസ്റ്റ് വെഹിക്കിളിന്റെ ഒരു പ്രൊഫൈൽസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് പ്രൊഫൈലിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിന് വൈൽഡ് ആയിട്ടുള്ള വിൻഷീൽഡ്. കാരണം ആൾറെഡി ഇത് ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈറ്റിൽ നിന്ന് ഓടിക്കുന്ന ഒരു പ്രതീകമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഒരു ഹുഡിനെ കുറിച്ച് പറയുമ്പോൾ ഹുഡ് ഒരു ചെറിയൊരു ഹുഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിലായിട്ട് തന്നെ ഒരു ഹിഡൻ വൈപ്പേഴ്സ് നമുക്ക് കാണാം. പിന്നെ ഇതിപ്പോ നിലവിൽ ഫുൾ ലോഡ് വണ്ടിയാണ്, ഏറ്റവും ഹൈ ബാറ്ററി പാക്കപ്പ് ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതിൽ അഡാസ് ഫംഗ്ഷനും ഉണ്ട്. അതുപോലെ തന്നെ അഡാസ് ഫംഗ്ഷൻ, പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരു DRL, ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു DRL കാണാം. പിന്നെ അതുപോലെ തന്നെ എംജിന്റെ മോറിസ് കാരേജ് എന്നുള്ള ലോഗോ ഇവിടെ കാണാം. ഓക്കെ, പിന്നെ ഹൈ ലോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ ഒരു 360 ക്യാമറ നമുക്ക് ഇവിടെ കാണാം. പിന്നെ അഡാസ്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രിൽസ്, അതായത് വെഹിക്കിളിന്റെ എയറോഡൈനാമിക് ഗ്രിൽസ് കാര്യങ്ങൾ അല്ലെ, ഗാർണിഷ് കാര്യങ്ങൾ കാണാം. ഇതിന്റെ ഒരു ഹെഡ്ലാമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രൊട്ടക്ടർ ആയിട്ടുള്ള ഹെഡ്ലാമ്പ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രോം എലമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോൾ സ്കിഡ് പ്ലേറ്റ് എത്തുമ്പോഴും ക്രോം എലമെന്റ്സ് ആണ് ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഇതിന്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. ഇതിന്റെ ഒരു സൈഡ് പ്രൊഫൈൽ ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് മുകൾ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു ORMs ഇതിൽ കാണാം. അത് നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് കഴിയും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് വീലാർക്ക് ഭാഗമാണ്. ഫ്രണ്ടേഴ്സ് ഒക്കെ അത്യാവശ്യം ഒരു ഷോ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ 18 ഇഞ്ചിന്റെ വീലാണ്, അലോയ് വീൽസ് ആണ് ഇതിൽ വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വരുന്നത്. ഓക്കെ, ഒരു എയറോഡൈനാമിക്കിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നുള്ളത്. രണ്ടിലും 4 ഡോറും ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. ഓക്കെ, അത് ഇതിന്റെ ഒരു ഭംഗിനെ ഒന്നും കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മോസ്റ്റ്ലി അധിക വെഹിക്കിളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കാണാൻ കഴിയും. പിന്നെ ബാക്ക് പ്രൊഫൈൽ സംസാരിക്കുമ്പോൾ ഇന്റഗ്രേറ്റഡ് ആയുള്ള സ്പോയിലർ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഒരു ഹാൻഡിനെ കൊടുത്തിട്ടുണ്ട്. ഈ നോർമൽ ഒരു ഷാർക്ക് ഫിൻ ഹാൻഡിനെയാണ് ഇത് ഡിസൈൻ എന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ ഒരു ബട്ടൺ പോലത്തെ ഒരു ഇത് കാണാം. ഇത് ആക്ച്വലി ഫംഗ്ഷനിങ് ആണോ എന്നുള്ളതും അറിയില്ല. അപ്പൊ ഷമീർ ഭായിനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കും അത് അറിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് GPS ആണ്, അതായത് മീൻസ് ആന്റിന എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു റിയർ ഡീഫോക്കസ് ലെൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിലും MGയുടെ ഒരു ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിൻസർ എന്നുള്ള ഒരു ബാഡ്ജ് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ബാക്കിലെ ടൈൽ ലാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പരസ്പരം കണക്റ്റഡ് ആവുന്ന ഒരു എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഒരു ടൈൽ ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ അഡാസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒരു EVയുടെ ബാഡ്ജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ താഴെ ബമ്പർ കാണാം. പിന്നെ ഇതിൽ ചെറിയൊരു ഫോഗ് ലാമ്പ് ഉണ്ട്. എവിടെ ചെറിയൊരു ലൈറ്റ് കണ്ടില്ലേ? ഒരു താഴെ ഒരു ഫോഗ് ലാമ്പ്, ഒരു റിഫ്ലക്ടറും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ലൈറ്റ് ആയിട്ട് കത്തും അല്ലേ? ശരി, ഓക്കെ. MG വിൻസറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബൂട്ട് സ്പേസ് ആണ്. പിന്നെ എടുത്തു പറയാവുന്നത് ഇതിന്റെ ക്യാബിന്റെ ഉള്ളത്തെ ആ ഒരു സ്പീഷ്യസ് ആണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. അതൊന്ന് സൈഡിലോട്ട് വരുമോ? നമുക്ക് ഈ വെഹിക്കിൾ ഇന്നലെ ആക്ച്വലി ഞങ്ങൾ പറഞ്ഞു, ഈ വെഹിക്കിൾ നമ്മൾ ഇന്നലെ 1:30 സമയത്താണ് രാത്രി ഊട്ടിയിൽ എത്തിയിരുന്നത്. ഞങ്ങൾ റൂം ഒക്കെ നോക്കി, പക്ഷെ റൂമൊന്നും കിട്ടിയില്ലായിരുന്നു. വെഹിക്കിളിൽ തന്നെ ഞങ്ങൾ കടന്നുറങ്ങി എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ? എങ്ങനെയാണല്ലേ ഞാൻ കാണിച്ചു തരാം. സീറ്റ് കണ്ടോ നിങ്ങൾ? ഒരു റിക്ലൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ സീറ്റ് വരുന്നത്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഈ ഒരു രീതിയിൽ കടന്ന് കാണിച്ചു തരാം. നമുക്കൊരു ഫുള്ള് സ്ട്രെച്ച് ആയിട്ട് ഇത് നമുക്ക് റിക്ലൈൻ ചെയ്ത് കിടക്കാൻ സാധിക്കും. ലെഗ് സ്പേസ് ഒരു ലെഗ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഒരു ടണലോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ ഹൈറ്റ് ഉള്ള ആളും തടിയുള്ള ആളുകളാണെങ്കിലും എല്ലാ ആൾക്കും ആപ്റ്റായിട്ട് രീതിയിലാണ് ഇതിന്റെ ക്യാബിനുള്ള ആ ഒരു സ്പേസ് ക്രമീകരിച്ചിട്ടുള്ളത്. കാരണം ഹെഡ് റൂം ആണെങ്കിലും ലെഗ് റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും കുറച്ച് അല്ല ഭയങ്കര കംഫർട്ടാണ്. അത് ഇതിൽ എടുത്ത് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. നമുക്ക് ഈ വെഹിക്കിള് ഇതിൽ നമുക്ക് കിടന്നുറങ്ങാൻ കഴിയും. എങ്ങനെയാണല്ലേ, നമുക്ക് ഈ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് ഈ സീറ്റ് മാക്സിമം നമുക്ക് മുമ്പിലോട്ട് ഇടാം. മുമ്പിലോട്ട് ഇട്ടിട്ട് ഇത് വീണ്ടും റിക്ലൈൻ ചെയ്യാം. ഓക്കെ, ഇനി കണ്ടോളൂ കേട്ടോ. ഇനി ഒരു വീട്ടിൽ നിന്ന് നമ്മൾ വല്ല പില്ലോ കാര്യങ്ങളൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ സുഖസുന്ദരമായിട്ട് എന്താ പറയാ, എപ്പോഴും നമുക്ക് കാലിൽ കുറച്ച് ചളിയുണ്ട്, അപ്പൊ അതൊന്ന് സുഖമായിട്ട് ഇതിൽ വേണമെങ്കിൽ കിടന്നുറങ്ങാം. ഈ ഒരു രീതിയിൽ ആക്ച്വലി കണ്ടോ, ഫ്രണ്ടിൽ ഒരു വ്യൂ എടുക്കോ. ആക്ച്വലി ഇതേപോലെ നെക്ക് പില്ലോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതേപോലെ സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, പിന്നെ സൺറൂഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 സൺറൂഫാണ്. ആക്ച്വലി നമുക്ക് തുറക്കാൻ ഓപ്പൺ ആക്കാൻ പറ്റില്ല. ആ വിൻസറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും ഒരു എന്താ പറയുക കൺവീനിയൻസ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു റിക്ലൈനിങ്ങും അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു കംഫർട്ട്നെസ്സും. ഇതിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ എല്ലാ ഓപ്പറേഷൻസും വരുന്നത് ഈ ഒരു 15 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ നിന്നാണ്. അത് എൻ്റയർലി ഒരു നമുക്കൊന്നും പറയില്ല, എല്ലാം മാനുവലി ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം വണ്ടി നമുക്ക് പുഷ് ബട്ടണോ സ്റ്റാർട്ടർ ബട്ടണോ വണ്ടി ഓഫ് ചെയ്യാനോ ഒന്നുമില്ല. എല്ലാം ഒരു കീ നമ്മൾ എടുക്കുക, കീ ഡിജിറ്റ് ചെയ്തിട്ട് വണ്ടിയിലേക്ക് കയറുക, നേരെ പോവുക. എല്ലാത്തിന്റെ ഓപ്പറേഷൻസ് ഈ ഒരു സ്റ്റീരിയോയിലാണ്. ഓക്കെ, പിന്നെ സീറ്റ് എല്ലാം നോക്കിയാൽ എന്താ ഒരു ക്വാളിറ്റി, എല്ലാം ലെതേർഡ് ആണ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു 2 സീറ്റും സീറ്റ് വെന്റിലേഷൻസ് ഓപ്ഷൻസും ഉണ്ട്. ഡ്രൈവർ സീറ്റിലേക്ക് എത്തുമ്പോൾ 6 വേ ഇലക്ട്രിക്കലി നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയും. പിന്നെ ഒരു ഡീകട്ട് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ സ്റ്റിയറിംഗ്. ഇത് ടിൽട്ടൺ ടെലസ്കോപ്പിക് ഓപ്ഷൻസും നമുക്ക് വരുന്നുണ്ട്. എംജിന്റെ ഒരു ലോഗോ ഇവിടെ കാണാം. ഭയങ്കര ഒരു കംഫർട്ട് ആട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ ചെറിയൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് വെഹിക്കിളിന്റെ ഒരു ഉൾവശം എന്ന് പറയാനുള്ളത്. പിന്നെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇതിലാണ്. ഓക്കെ, പിന്നെ ഒരു വയർലെസ് ചാർജർ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്പേസ് വരുന്നുണ്ട്, യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ 9 സ്പീക്കേഴ്സ് ആണ് ആക്ച്വലി ഇതിൽ കൊടുത്തിട്ടുള്ളത് വിത്ത് ട്യൂട്ടേഴ്സ്. അതുപോലെ തന്നെ 6 എയർ ബാഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി. പിന്നെ ഇതിന്റെ ഏറ്റവും ഒരു മോസ്റ്റ് സസ്പീഷ്യസ് ഒരു സ്പെഷ്യൽ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിയും കാറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബാറ്ററി ആയിട്ട് സർവീസ് എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് വാങ്ങുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ എനിവേ ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഒരു വിശേഷം. പിന്നെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിനാണ് മലപ്പുറത്ത് ഊട്ടിയിലോട്ട് വന്നത്. ഒരു റൈഡിങ് ടയർനെസ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഭയങ്കര കംഫർട്ടാണ് ഭയങ്കര ഓടിക്കാൻ. ഒക്കെ നല്ല സ്പേസ് ആണ്. അപ്പോൾ എനിവേ ഇതൊക്കെയാണ് ഫ്രണ്ടിലെ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്, സ്റ്റെയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, പിന്നെ ഫിജിക്കൽ പാനൽസ്, എസിന്റെ വിൻസോ ഫയർ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ക്രമീകരിക്കാനും. പിന്നെ ഇവിടെ ഒരു സ്പേസ് വരുന്നുണ്ട് കാര്യമായിട്ട്. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി സി ടൈപ്പും അതേപോലെ തന്നെ ഒരു ലൈറ്റനിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എനിവേ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ വരുന്നത്. എനിവേ ഭയങ്കര ഒരു പ്രീമിയം ഒരു മെറ്റീരിയൽസ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കപ്പ് ഹോൾഡർ കാര്യങ്ങൾ, AC വിൻസ്, ഡിസൈൻ ഉണ്ട്. ഭയങ്കര രസമുള്ള ഒരു എടുത്തു പറയാവുന്ന ഒരു ഡിസൈനാണ്. കട്ട് ചെയ്തോ. ഇതിന്റെ ചാർജ് നമുക്ക് ഇവിടെയാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇവിടെ നമുക്കൊരു AC DC എന്നുള്ള ഇതിൽ ചാർജ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ വൺസ് നമുക്ക് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് ഒരു പ്രസ്സിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ഫ്ലാപ്പ്. പിന്നെ ഓപ്പൺ ചെയ്ത് പിന്നെ നമുക്ക് ഇവിടെ ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിലവിൽ EV വണ്ടികൾക്കൊക്കെ അവരെ ഉപഭോക്താവ് ഈ പറഞ്ഞ പോലെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോർട്ടബിൾ ചാർജ് കൊടുക്കും. നമുക്ക് യാത്ര ഉടനീളം നമുക്കത് കൊണ്ടു നടക്കാൻ കഴിയും. ഒരു 20 ആംപിയർ സപ്പോർട്ട് ചെയ്ത് 3 കിലോവാട്ട് അല്ലെങ്കിൽ 3.5 കിലോവാട്ട് ഒക്കെയാണ് അതിന്റെ കപ്പാസിറ്റി വരിക. ആക്ച്വലി അത് പക്ഷേ സമയം ഒരുപാട് നമുക്ക് വേണ്ടി വരും ചാർജ് കയറാൻ വേണ്ടിയിട്ട്. കാരണം അത് 3 കിലോവാട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് DC സ്റ്റേഷൻസ് ഇല്ലാത്ത സമയത്ത് നമുക്കിത് വളരെയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു പ്ലഗ് പോയിന്റ്, ഒരു പോർട്ടബിൾ ചാർജർ. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ വീട്ടിലെ സപ്പോർട്ട് ചെയ്യുന്ന AC ഫാസ്റ്റ് ചാർജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7.4 ആണ്. അപ്പൊ ആക്ച്വലി 7.4 AC ഫാസ്റ്റർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് 3 ഫേസ് കണക്ഷൻ നമ്മൾ എടുത്തിരിക്കണം. ഓക്കെ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ
ഞാൻ മനസ്സിലാക്കിയത് KCB ഒരു മണിക്കൂറിന് നമുക്ക് തരുന്ന പവർ സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5.6 ആണ് മണിക്കൂറിന് തരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് അത് 3 ഫേസ് ആകുമ്പോൾ നമുക്കൊരു 22.25 എന്നുള്ള കാറ്റഗറീസിലാണ്. 3 ഫേസ് ആകുമ്പോൾ ഒരു മണിക്കൂറിന് KCB നമുക്ക് തരുന്ന ഒരു പവർ സപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്നലെ സിയോൺ എന്ന് പറഞ്ഞുള്ള DC ഒരു ഔട്ട്സൈഡ് ഒരു DC സ്റ്റേഷനിൽ നിന്നാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5% ആയിരുന്നു ആ സമയത്ത്. 20 കിലോമീറ്റർ കൂടെ നമുക്ക് സഞ്ചരിക്കാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് റേഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ സിയോണ് പുറത്തുള്ള ഈ പവർ സ്റ്റേഷൻസ് പല കിലോ വാട്ടും സപ്പോർട്ട് ചെയ്യും. 40, 45, 35 അങ്ങനെ 80, 150 വരെ കിലോ വാട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ചാർജിങ് സ്റ്റേഷൻ നമുക്ക് ഒരുപാട് ഗോയിസി, സിയോണ്, ചാർജ് മോഡ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ സിയോണിന്റെ 120 കിലോ വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഗൺ പോയിന്റിലാണ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു യൂണിറ്റിനാണ് അവർ ചാർജ് ഈടാക്കുന്നത്. മോസ്റ്റ്ലി 26% ആണ്, പ്ലസ് ഇൻക്ലൂഡ് GST കൂടി കൂട്ടിയിട്ടാണ് എമൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ അതിന്റെ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഒരു 5 to 80 എടുത്തത് 1500 രൂപ, അല്ല 1500 രൂപയാണ് ആക്ച്വലി നമുക്ക് അറൗണ്ട് എമൗണ്ട് വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു EV വൺസർ പോലത്തെ ഒരു വെഹിക്കിൾ കിട്ടിയപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അതിന്റെ കുറച്ച് ചാർജിങ് കാര്യങ്ങളും എങ്ങനെയായിരിക്കും നമ്മളതിൽ പ്രീ പ്ലാൻഡ് ആയിരിക്കേണ്ടത്. പിന്നെ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് റേഞ്ച് ആൻസൈറ്റി. പലപ്പോഴും EV വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന്റെ പുറത്തുനിന്ന് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ആക്സസ് കൂടുതലായിരിക്കും, കുറവായിരിക്കും, അങ്ങനെ പല ഒരു കൺസേൺസ് ആയിരിക്കും നിലവിൽ EV വണ്ടി പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവാം. അപ്പോൾ നിലവിലിപ്പോൾ ഊട്ടിയിൽ പല ഏരിയകളിലായിട്ട് പവർ സ്റ്റേഷൻസ് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷെ കറണ്ടിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ ചില ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ ചാർജ് ചെയ്യാൻ സാധിക്കില്ല. എന്നാലും എപ്പോഴും ഒരു ലോങ് ജേർണി ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും 100% ആക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഈ ഹെയർ പിൻസ് ഒക്കെ വരുമ്പോൾ, ചുരമൊക്കെ വരുമ്പോൾ കയറുമ്പോൾ നന്നായിട്ട് ചാർജ് കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പൊ ഇറങ്ങുമ്പോൾ നിങ്ങൾ റീജനറേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അത് ഡൈനാമോ വഴി ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്ന ഒരു പ്രക്രിയയാണ് ഈ റീജനറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ റീജനറേഷൻ തൊട്ടുമുമ്പ് ഗ്രാനുവിറ്റാർ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ റീജനറേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ഒന്നുകൂടെ എടുക്കുന്നതാണ്. അപ്പൊ എനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു കാഷ്വൽ വീഡിയോ എന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതല്ല വിൻസറിനെ കുറിച്ച് കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും റിസർച്ചും ചെയ്തിട്ടില്ല. നമുക്കുള്ള ഒരു ബേസിക് മോറൽ ഒരു ഐഡിയാസ് വെച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനുള്ള സപ്പോർട്ട് ചെയ്ത ഷമീർ ബൈക്ക് ഒന്നും കൂടെ താങ്ക് യു സോ മച്ച്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.